ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ വഴി ആദ്യമായിട്ട് റോസയൊക്കെ ഓർഡർ ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്, എന്താണ് കിട്ടാത്തത്, അതിന് വൈകുമോ? അതുകൊണ്ടായിരിക്കാം ചിലരെല്ലാം എന്നോട് എപ്പോഴാണ് അയക്കുക, എൻ്റെ പാക്കറ്റ് അയച്ചോ, എൻ്റെ റോസ് അയച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പുതുതായി വന്നവരോട് പറയാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞിരുന്നു. അത് കാണാത്തവരാണ് തോന്നുന്നു വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെടികൾ അയക്കാൻ താമസിക്കുന്ന ഒരു രീതിയേ നമുക്കില്ല. നമ്മൾ ഈ ആഴ്ച എടുക്കുന്ന ഓർഡറെല്ലാം അടുത്ത ആഴ്ച തന്നെ അയച്ച് തീർക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു സമയം ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഓഫറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ പെൻഡിങ് വരുന്ന സമയമാണ്. മാത്രമല്ല ഓണ അവധികളിലൊന്നും തന്നെ DTDC പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ ഈ ഓണ അവധി കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും അയച്ചോ എന്ന് ചോദിക്കേണ്ട. കാരണം നമുക്ക് ഒരുപാട് ഓണത്തിന് മുമ്പേ ഉള്ള ഓർഡറുകൾ തൊട്ട് നമുക്ക് അയക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലാൻസ് അയക്കുന്ന ദിവസം തന്നെ ഒരുപാടൊന്നും വൈകത്തില്ല. ഒരു 10 വർക്കിംഗ് ഡേയ്സ് എന്തായാലും നമുക്ക് വേണം. കാരണം അത്രയധികം നമുക്ക് അയക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലാൻസ് അയക്കുന്ന അന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾക്ക് ഞാനൊരു മെസ്സേജ് അയക്കും, നിങ്ങളുടെ പ്ലാൻസ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ 2 ആഴ്ചകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്ലാൻസ് നമ്മൾ അയച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ നമ്മുടെ രീതികൾ അറിയാത്ത പുതുതായി നമ്മുടെ ചാനൽ വന്ന് ചേർന്നവർക്കാണ് കുറച്ചധികം ടെൻഷനുള്ളത്. അയച്ചിട്ടുണ്ടോ, നമ്മളിനി അയക്കുമോ അയക്കാതിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കുറച്ചധികം ടെൻഷൻ ഉണ്ടാവാം. പിന്നെ ചെടികൾ കയ്യിൽ കിട്ടുന്നതിനുള്ള ഒരു ആഗ്രഹവും കൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളാരും തന്നെ പാനിക്കാകണ്ട. അതായത് നമുക്കിപ്പോൾ കുറച്ചധികം ഓർഡറുകളുള്ളത് ഓണം അവധി ആയത് കാരണം നമുക്ക് പെൻഡിങ് ആയതുകൊണ്ടാണ് ഇതെല്ലാം വരാനായിട്ട് വൈകുന്നത്. അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ പ്ലാൻസ് എല്ലാം നമ്മൾ അയക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 4 ദിവസം കൊണ്ട് നമ്മൾ അയച്ച് തീരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ റോസസാണ്. എൻ്റെ റോസസൊക്കെ ഇലകളൊക്കെ പോയി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ റോസിൻ്റെ അവസ്ഥ? എല്ലാവരുടെയും റോസയൊക്കെ ആരോഗ്യമായി നിൽക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ കെയറിങ് സംബന്ധമായിട്ടുള്ള, അതായത് റോസ് കെയറിങ്ങിനെ സംബന്ധിച്ചുള്ള കുറേയധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളവർക്ക് നമ്മൾ വാട്സപ്പിൽ ചോദിച്ചാലും നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ പുതുതായിട്ട് വന്നവരാണ്, അപ്പോൾ അവർക്കൊന്നും നമ്മുടെ കെയറിങ് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്താണ് പ്രശ്നം, എങ്ങനെയാണ് ഇതിനെ നമ്മൾ ക്യൂർ ചെയ്തെടുക്കുക എന്നൊക്കെയുള്ള കുറേയധികം കാര്യങ്ങളുള്ള വീഡിയോയും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലും കുറച്ച് ഡൗട്ടൊക്കെ ചോദിച്ചാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ സാധിക്കും. പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങളും, പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ഗ്രൂപ്പിലാണ് ഞാൻ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് റോസകൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു ക്ലൈമ്പിംഗ് റോസാണ്. ക്ലൈമ്പിംഗ് മീൻസ് നല്ല പൊക്കത്തിൽ പോയിട്ട് പൂവുണ്ടാകുന്ന ടൈപ്പിലുള്ള ക്ലൈമ്പിംഗ് റോസാണ്. ഇത് നമ്മുടെ ടൈഗർ റോസിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയാണ്, ഒരു ഓറഞ്ച് ടൈഗർ റോസ് വെറൈറ്റിയാണ്. എന്നാൽ വൈറ്റ് ഷെയ്ഡുണ്ട്. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ നന്നായിട്ട് ഇതിൽ കാണിക്കാം. ഇത് ഫെയ്ഡായിട്ടുള്ള പൂക്കളാണ് കൂടുതലുള്ളത്. സ്ട്രൈപ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന നമ്മുടെ സെൻറ്റിമെൻ്റൽ റോസിൻ്റെ ഓറഞ്ച് കളറാണിത്. സെൻറ്റിമെൻ്റൽ റോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിങ്ക് ടൈഗർ എന്ന് നമ്മൾ പറയപ്പെടുന്ന റോസിൻ്റെ ഓറഞ്ച് കളറാണിത്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലവേഴ്സ്. ഇതിനകത്ത് അതിൻ്റെ സ്ട്രൈപ്സും കാര്യങ്ങളും ഡിസൈനും ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും നല്ല വലിയ പൂക്കളാണ്, മാത്രമല്ല ബഞ്ചായിട്ടാണ് പൂക്കളുണ്ടാകുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു ഡിസൈനും കാര്യങ്ങളുമൊക്കെയാണ്. ചില ഫ്ലവേഴ്സൊക്കെ നല്ല വ്യക്തമായിട്ടത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ചില ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇത് ക്ലൈംബറാണ്. അടുത്തതും ടൈഗർ റോസാണ്. പിങ്ക് വൈറ്റാണ് ഇത്. ക്ലൈംബറല്ല, നമ്മുടെ സ്റ്റെമ്മായിട്ടുള്ള റോസ് തന്നെയാണ്. അപ്പോൾ ഇതും ഇത്രയും വലിയ പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതും ബഞ്ചായിട്ടാണ് പൂക്കളുണ്ടാകുന്നത്. മീഡിയം ടൈപ്പ് ഫ്ലവേഴ്സ് ബഞ്ചായിട്ടാണ് ഉണ്ടാകുന്നത്. ഇത് പിങ്ക് വൈറ്റ് ടൈഗറാണ്. അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ്.
നല്ല ഭംഗിയാണ്. വൈറ്റും പിങ്കും കൂടി ചേർന്നിട്ടാണ്. ഇത് കുറച്ച് ഫെയ്ഡായിട്ടുള്ള കളറാണ്. കുറച്ചും കൂടെ നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ പിങ്ക്. നല്ല ഡാർക്ക് പിങ്ക് വൈറ്റ് ഫ്ലവേഴ്സാണിത്. അതിൻ്റെ പ്ലാന്റ് സൈസാണ്, നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ്. ഇനി നമുക്ക് ശരിക്കുള്ള ടൈഗർ റോസിനെയും ബ്ലാക്ക് റോസിനെയും കാണാം. മീൻസ് അബ്രാക്കഡബ്ര എന്ന് നമ്മൾ വിളിക്കാറുള്ള നല്ല ബുഷായിട്ടുള്ള ടൈഗർ റോസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അതുപോലെ ബ്ലാക്ക് റോസും ഉണ്ട്. നമുക്ക് സെയിലിനായിട്ടുള്ള ബ്ലാക്ക് റോസിൻ്റെയൊക്കെ സൈസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 8 ഇഞ്ച് പോട്ട് സൈസ് പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തന്നെയാണ്. കണ്ടാലത് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല ബുഷായിട്ടുള്ള ചെടികളാണ് ബ്ലാക്ക് റോസും ടൈഗർ റോസും നമുക്ക് സെയിലിനായിട്ടുള്ളത്. പലരും നമ്മളോട് ഫോട്ടോ കാണിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. ബ്ലാക്ക് റോസും ടൈഗർ റോസും എല്ലാവർക്കും എപ്പോഴും ഒരു സ്വപ്നമാണ്. അതല്ല, ചിലർക്ക് മിഥ്യാധാരണകളുമാണ്. ഇത് ബ്ലാക്ക് റോസും ഒക്കെ ടൈഗർ റോസും ഒക്കെ ഇവിടെ വളരുമോ, ഇവിടെ പൂവുണ്ടാകുമോ എന്നൊക്കെ. പക്ഷേ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ടൈപ്പാണ് ഈ 2 ചെടികളും. നല്ലതുപോലെ ഇവിടെ നമ്മുടെ കാലാവസ്ഥയിൽ വളരുകയും ചെയ്യുന്നുണ്ട്, പൂക്കളും ഉണ്ടാകുന്നുണ്ട്. ചില പൂക്കളൊക്കെ ഡിസൈനൊക്കെ മാറിയും ചിലപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡിലോട്ടുമൊക്കെ ബ്ലാക്ക് റോസൊക്കെ മാറി വരാറുണ്ട്. എന്നാൽ എപ്പോഴുമില്ല, നല്ല അതിന് പറ്റിയൊരു കാലാവസ്ഥയാണ്. നല്ല വെയിലും അത്യാവശ്യം ഒരു തണുപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊരു ഷെയ്ഡ് ഇടയ്ക്ക് വരികയും നല്ല വെയിലും കിട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ പൂക്കൾ വിരിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് സെയിലിനായിട്ടുള്ള ചെടികൾ. ഇനി നമ്മൾ റോസയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും വേണ്ട എന്നല്ലെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ റെഡ് പിനാക്കിയോ റോസ്. റെഡ് പിനാക്കിയോ റോസ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ സൈസിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ ചെടികളോടും നല്ല ബ്രാഞ്ചസോടും കൂടിയിട്ടുള്ള റെഡ് പിനാക്കിയോ റോസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നാടൻ പോലെ പടർന്ന് വളരുന്ന റെഡ് പിനാക്കിയോ റോസുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇനി നമുക്കൊരു മദർ പ്ലാന്റ് കാണാം. ഒരു മദർ പ്ലാന്റ് അല്ല, ബ്രിട്ടീഷ് ക്യൂൻ വെറൈറ്റിയുടെ ഒരു 3, 4, 5 മദർ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ വലിയ പ്ലാന്റ്സ് ആഗ്രഹിക്കുന്നവർക്ക്, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണിത്. വലിയ പ്ലാന്റ്സ് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ചോയ്സാണിത്. അതുപോലെ കാശ്മീരി റോസിൻ്റെയും മദർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ റോസ് പ്രേമികളിൽ ചിലർക്ക് വലിയ പ്ലാന്റ്സ് വെച്ചാലാണ് പെട്ടെന്ന് ആയി കിട്ടുന്നതും നന്നായിട്ട് പിടിക്കുന്നതുമൊക്കെ വലിയ പ്ലാന്റ്സ് വെക്കുന്നവർക്കാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മദർ പ്ലാന്റൊക്കെ കൊണ്ടുവരുന്നത്. ഇത് കാശ്മീർ റോസിൻ്റെ മദർ പ്ലാന്റ്സ് ആണ്. ഇത് ഇപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ്. ഇനി നമുക്ക് വളരെ വിശേഷപ്പെട്ട ഒരു നാടൻ ഡോക്ടറെ കാണാം. അതായത് ഡോക്ടർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഡീലെ മൽമാഷൻ എന്ന റോസാണിത്. ഇത് ഡിയ റോസിൻ്റെ വകഭേദത്തിൽപ്പെട്ടതാണെന്ന് ഇത് തന്നവരും അവകാശപ്പെടുന്നു. അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നാടൻ ഓൺ റൂട്ടഡ് റോസാണ്. നല്ല വലിയ പൂക്കളാണ്. ഇതിൻ്റെ ഏറ്റവും പറയപ്പെടേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നറുമണമാണ്. വളരെ ഫ്രാഗ്രൻസ് ഉള്ള ഒരു റോസാണ്. അതിൻ്റെ സൈസാണ് നിങ്ങൾ കാണുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് കുറച്ച് റേറ്റോട് കൂടി മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതാണ് ആ പ്ലാന്റിൻ്റെ സൈസ്. അത്യാവശ്യം നല്ല ബ്രാഞ്ചസോട് കൂടിയ നീണ്ടു വളർന്ന ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ്സ് ഒക്കെയാണ്. അതിൻ്റെ സൈസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു കപ്പ് ഷേപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഇത് ഒരു ഡിയർ റോസിനെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സൈസസാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് വന്നിട്ടുള്ളവരിൽ ഒരു പ്രധാനിയാണ് ഈ വൈറ്റ് പനിനീർ റോസ് എന്നറിയപ്പെടുന്ന നാടൻ ഓൺ റൂട്ട് റോസ്. ഇത് നല്ല ബഞ്ചായിട്ട് വലിയ പൂക്കളായിട്ട് വിരിയുന്ന വൈറ്റ് റോസുകളാണ്.
അപ്പോൾ വൈറ്റ് പനിനീർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ സൈസാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇതും വലിയ പോട്ട് സൈസാണ് വന്നിരിക്കുന്നത്. ചെടികൾക്ക് എന്താണ് വിലകൾ കൂടുന്നു എന്നുള്ളതിൻ്റെ ഒരു മറുപടിയായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ സൈസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പോട്ട് സൈസ് കണ്ടാൽ അറിയാം. ഇത് സൈസ് കൂടിയ ചട്ടിയിൽ വരുന്നത് മാത്രമല്ല, നന്നായിട്ട് വേരോടിയിട്ടുള്ള വലിയ പ്ലാന്റ്സ് കൂടിയാണ്. നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്സാണ്. ചില പ്ലാന്റ്സൊക്കെ ഒരു ക്ലൈംബറിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. അവരെല്ലാത്തിനും കമ്പ് കുത്തി വെച്ചിട്ടുണ്ട്. ചില റോസിൻ്റെയൊക്കെ കമ്പുകൾ, അതായത് സ്റ്റെമ്മ് താഴോട്ട് തൂങ്ങിയിട്ടാണുള്ളത്. പൂവിൻ്റെ വെയിറ്റ് കൊണ്ടോ കമ്പിന് ബലമില്ലാത്തതുകൊണ്ടോ അറിയില്ല, അതൊരു ക്ലൈംബിങ് സ്വഭാവമാണ് ചിലതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ എല്ലാ പോട്ടിലും ഇതുപോലെ അവർ കമ്പുകൾ താങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇബ്രാറ്റൈസ് ഫറ എന്നറിയപ്പെടുന്ന റോസാണ്. അപ്പോൾ ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാടൻ റോസുകളും കുറച്ച് മദർ പ്ലാന്റുകളും, അതുപോലെ മദർ പ്ലാന്റുകളെല്ലാം നാടൻ തന്നെയാണ് കേട്ടോ. അതുപോലെ നമുക്ക് സെയിലിനായിട്ടുള്ള ബ്ലാക്ക് റോസ്, ടൈഗർ റോസ്, അതുപോലെ ടൈഗർ വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള മറ്റ് റോസുകളൊക്കെയാണ്. പിന്നെ ഒരു വലിയ ക്ലൈമ്പിംഗ് റോസ്. ഇതൊന്നും കൂടാതെ നമുക്ക് ഇങ്ങനത്തെ കുറേ ചെടികൾ കൂടി നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇത് ആപ്രിക്കോട്ട് മിഡ് നൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന റോസൊക്കെയാണിത്. അപ്പോൾ ഇത് ഒരു പീച്ച് റോസാണ്. അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റോസുകളും സെൻറ്റിമെൻ്റൽ റോസാണിത്. എല്ലാ ടൈപ്പ് റോസുകളും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർട്ടിൻ്റെ ലിങ്കും അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഇതിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകാതിരിക്കത്തില്ല. ഗ്രൂപ്പിലുള്ള എല്ലാവരും വളരെ ഹാപ്പിയാണ്. എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെട്ടു പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബേബി പാരഡൈസ് റോസുകളാണ്. അതുപോലെ നമ്മുടെ നാടൻ റോസുകൾ, ബ്രിട്ടീഷ് ക്യൂൻ, 7 ഡേയ്സ് റോസ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാർട്ടൊന്ന് നോക്കിയാൽ മതി. എല്ലാം ഡീറ്റെയിൽ എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വിലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് സൈസിനെ കുറിച്ച് നിങ്ങൾ വിഷമം വേണ്ട. നമ്മൾ ചെറിയ ചെടികൾക്ക് ചെറിയ വിലയും, അതിനനുസരിച്ച് വില കൂടുന്നതിനനുസരിച്ച് വലിപ്പവും കൂടുന്നുണ്ട്. പിന്നെ കുറച്ച് റെയർ ചെടികളുമൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ആപ്രിക്കോട്ട് മിഡ് നൈറ്റ് എന്നറിയപ്പെടുന്നത് ഈ ഒരു ബട്ടൺ റോസിനെയാണ് എന്ന് ഞാൻ ഈ അടുത്ത സമയത്താണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് ടീ റോസാണ്. ടീ റോസ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ടീ റോസ് എന്ന് പറഞ്ഞിട്ട് നല്ല ഓറഞ്ച് യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ കാണുന്ന ഒരു റോസാണിത്. ഈ കാണുന്നത് ഒരു പീച്ച് റോസാണ്. സാധാരണ ഒരു പീച്ച് റോസ് അല്ല ഇത്. ഇതിന് പേര് അറിയില്ല, ഐഡിയ അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് റോസുകൾ കൂടി നമുക്ക് സെയിലിനായിട്ടുണ്ട്. പിന്നെ അതുപോലെ ജുമേലിയ പോലത്തുള്ള റോസുകൾ, പിന്നെ നമ്മുടെ കയ്യിൽ മോദി റെഡ് റോസുകളുണ്ട്. അതാണിത്. മോദി റെഡ് റോസിൻ്റെ പ്രത്യേകത ഇതിനിടയ്ക്ക് കുറച്ചൊരു ഷെയ്ഡ് വേറെ കയറി വരും. അങ്ങനെയാണ് നമ്മൾ ആ റോസിനെ തിരിച്ചറിയുന്നത്. അതുപോലെ റൂബി റെഡ്, അങ്ങനെ കുറേ റോസുകളുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ആപ്രിക്കോട്ട് റോസുകൾ. ആപ്രിക്കോട്ട് റോസിൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു DA ഷേപ്പ് റോസാണ്. ശരിക്കും ഇതൊരു DA റോസ് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു DA വെറൈറ്റി തന്നെയാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഐഡിയ കറക്റ്റായിട്ട് അറിയത്തില്ല. DA മോഡൽ എന്നാണ് നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് ആപ്രിക്കോട്ട് റോസിൻ്റെ മിഡ് നൈറ്റ് എന്ന് പറയപ്പെടുന്ന റോസ്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള റോസുകളുടെ ഒരു ലോകമാണ് നമ്മുടെ കാർട്ട്. അപ്പോൾ കാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ റോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവും ആത്മാർത്ഥതയുമാണ് നിങ്ങൾക്ക് ഓരോ വീഡിയോയിലൂടെയും തരാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന എല്ലാവർക്കും അത് വരും ദിവസങ്ങളിൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും റോസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ ഈ റോസിൻ്റെ വീഡിയോയും അതുപോലെ കെയറിങ് വീഡിയോസും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. റോസിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. എല്ലാവരുടെയും റോസൊക്കെയും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഉള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ റോസൊക്കെ വേണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ഹാദിയ.